ബിനിൽ കൂടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അവിടെ UDF ക്യാമ്പിലെ വിവരങ്ങളുമായിട്ട്. ബിനിൽ, ഈ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിലെ ഏറ്റവും പ്രധാനമായിട്ടും എല്ലാവർക്കും അറിയാവുന്ന ചുരുക്കം പേരുകളിൽ ഒരു പേരാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഇവിടെ ദീർഘകാലം ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായി നിന്ന ഇടമാണ്. പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് അത്ര എളുപ്പമല്ല എന്ന് പറയുന്ന നിരവധിയായിട്ടുള്ള നാട്ടുകാരെ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയോട് അനുഭവമുള്ള ആളുകളെ പോലും ഇവിടെ കണ്ടു. അൻവർ അദ്ദേഹത്തിനെതിരെ ഇതിനു മുമ്പ് ഉന്നയിച്ച ആരോപണങ്ങൾ ഇതേക്കാൾ ശക്തമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. ഷൗക്കത്തിനെ തോൽപ്പിക്കാനാണ്, LDFനെ തോൽപ്പിക്കാൻ എന്നതിനേക്കാൾ കൂടുതലായിട്ട് അൻവർ ജോലി ചെയ്യുന്നതെന്നൊക്കെ പറയുന്ന മനുഷ്യരുണ്ട്. യഥാർത്ഥത്തിൽ UDF ക്യാമ്പിൻ്റെ മനസ്സിലിരിപ്പ് എന്താണ്? കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന അത്രയ്ക്ക് കോൺഫിഡൻസ് അവരുടെ മുഖത്ത്, നേതാക്കളുടെ മുഖത്ത് ഇപ്പോൾ കാണുന്നില്ല, ഇന്ന് കാണുന്നില്ല എന്ന് CPMകാർ ചൂണ്ടിക്കാണിക്കേണ്ടത് വിശ്വസിക്കേണ്ട. പക്ഷേ എന്നാലും അങ്ങനെയുണ്ട്. ഒരു കോൺഫിഡൻസിൻ്റെ കുറവ് UDF ക്യാമ്പിനുണ്ടോ, അല്ലെങ്കിൽ അവർ നല്ല ആത്മവിശ്വാസം തന്നെയാണോ? സനീഷ പറഞ്ഞ വാചകം തന്നെയാണ്, ആത്മവിശ്വാസം അത് വളരെ കുറഞ്ഞിരിക്കുന്നു. തുടക്കത്തിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു നിസ്സാരമായ രീതിയിൽ ജയിച്ച് കയറാം എന്നൊരു ആത്മവിശ്വാസം, അമിതമായ ആത്മവിശ്വാസം UDFനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കത് വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതില്ല എന്നുള്ളതാണ് നമുക്ക് UDF ക്യാമ്പിനുള്ളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്നലത്തെ അൻവറിൻ്റെ ആ ഒരു റോഡ് ഷോ തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. നേരത്തെ ആസിഫൊക്കെ ചൂണ്ടിക്കാണിച്ച അതേ കാര്യം തന്നെയാണ്. അതായത് ഈ പരിചയമുള്ള ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രാദേശികമായ മുഖങ്ങൾ അതിലുണ്ടായിരുന്നു. അങ്ങനെ പരസ്യമായി അവർ വരികയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ വഴിക്കടവ് പഞ്ചായത്ത് UDFന് വലിയ മുൻതൂക്കമുണ്ടായിരുന്ന പ്രദേശമാണ്. പക്ഷേ അവിടേക്ക് ഈ റാലി എത്തുമ്പോൾ, റോഡ് ഷോ എത്തുമ്പോൾ വലിയ പിന്തുണ ആളുകൾക്ക് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ അവിടേക്ക് വരുന്നു. ഇതൊക്കെ വോട്ടായി മാറിപ്പോയാൽ വലിയ ക്ഷീണമുണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെയും പ്രത്യേകിച്ച് UDFിൻ്റെയും ക്യാമ്പിനുള്ളിലെ ഇപ്പോഴത്തെ സംസാരം, അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴും അവർ പറയുന്നത് ആര്യൻ ഷൗക്കത്തിന് വിജയിക്കാൻ കഴിയും, അതിനുള്ള പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. കാരണം ഈ വോട്ട് സ്പ്ലിറ്റായി പോകുമ്പോൾ അതെന്തായാലും സ്പ്ലിറ്റായി പോകും. കാരണം അൻവർ നേരത്തെ ഏകദേശം ഒരു 10,000 താഴെ വോട്ട് മാത്രമേ പിടിക്കുകയുള്ളൂ എന്നാണ് UDF ക്യാമ്പ് കരുതിയിരുന്നത്. ആ ഒരു കണക്കാണ് അവർക്കുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ കണക്കല്ല. ഒരു 15,000 മുകളിലേക്ക് വോട്ട് പിടിച്ചാൽ അതൊരു ക്ഷീണം ഉണ്ടാക്കുമെന്ന് വിലയിരുത്തൽ തന്നെയാണ്. പക്ഷേ അത് കൂടുതൽ പോകുന്നത് LDFിൽ നിന്നായിരിക്കും, ആ ഭാഗത്തു നിന്നായിരിക്കും കൂടുതൽ പോവുക എന്നുള്ളതാണ് UDF ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത്. ആ ഒരു കണക്കാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് അമരമ്പലം പഞ്ചായത്ത് LDFിന്റെ കോട്ടയാണ്. കഴിഞ്ഞ തവണ ഈ അൻവറിന് ഒരു മുൻതൂക്കം നിസ്സാര വോട്ടുകൾക്കാണ്, ഏകദേശം 3000 വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ അദ്ദേഹം ജയിച്ചത്. ആ വോട്ടുകൾ നൽകിയത് അമരമ്പലം പഞ്ചായത്താണ്. അമരമ്പലം പഞ്ചായത്തിലെ ആ വോട്ടുകൾ LDFിലേക്ക് കൃത്യമായി തന്നെ കിട്ടുകയും ചെയ്യുമ്പോൾ ബാക്കിയുള്ള പഞ്ചായത്തുകളിലെ വോട്ടായിരിക്കും പോവുക. അങ്ങനെ തങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകളിലെ, പ്രത്യേകിച്ച് മൂത്തേടം പഞ്ചായത്ത് അടക്കമുള്ള ഇടങ്ങളിലെ വോട്ടുകൾ അങ്ങനെ സ്പ്ലിറ്റായി പോകില്ല എന്നും UDF കണക്കുകൂടുന്നുണ്ട്. എന്തായാലും നേരത്തെ ഉണ്ടായിരുന്ന അമിതമായ ആത്മവിശ്വാസം അവർക്ക് ഇപ്പോൾ ഇല്ല, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനില്ല. അദ്ദേഹത്തിന്റെ വാക്കുകളിലും ശരീരഭാഷയിലും നമുക്ക് ആ ആത്മവിശ്വാസം ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല. എന്തായാലും വോട്ടുകൾ അൻവർ പിടിക്കും എന്നുള്ളത് തന്നെയാണ് UDF ക്യാമ്പിൽ വിലയിരുത്തൽ. പക്ഷേ ഒരു പരാജയത്തിലേക്ക് പോകില്ല, ഒരു നിസ്സാരമായ ഭൂരിപക്ഷത്തിലും ഷൗക്കത്തിന് ജയിക്കാൻ കഴിയുമെന്ന ഒരു വിശ്വാസം ഇപ്പോഴും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ നമുക്കറിയാം വലിയ തിരക്ക്, ആളുകളുടെ വലിയ ഒരു തിരക്കുണ്ടായിരുന്നു, വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ വോട്ടായി മാറുമെന്നൊരു പ്രതീക്ഷയാണ് അവർക്ക് ഉള്ളത്. എന്തായാലും ആ ക്യാമ്പ് ഇപ്പോഴും പ്രതീക്ഷ തന്നെയാണുള്ളത്. നിസ്സാരമായി അൻവറിനെ നേരത്തെ നിസ്സാരമായി തള്ളിക്കളഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവ്. പക്ഷേ ഇപ്പോൾ ആ സാഹചര്യം അങ്ങനെയല്ല, വോട്ടുകൾ പിടിക്കും എന്നുള്ളത് തന്നെയാണ് UDFിന്റെ കണക്കുകൂട്ട്. പക്ഷേ തങ്ങൾക്ക് അനുകൂലമായി നിസ്സാരമായ ഭൂരിപക്ഷത്തിന് പുറത്തൊക്കെ പറയുന്നത് വൻ ഭൂരിപക്ഷം ജയിക്കുമെന്നാണ്. പക്ഷേ ഒരു ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും ഷൗക്കത്ത് ജയിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോഴുമുള്ളൊരു പ്രതീക്ഷ. സനീഷ്.